إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നല്ല പരിസരത്തിലെ വിശ്വാസിനികളായിരിക്കരെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ, അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി മരിക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കുന്നുണ്ടോ? അല്ലാഹുവോട് അതിനായി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നോടും നിങ്ങളെല്ലാവരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ വിട ചൊന്ന് 2 വാര കഴിഞ്ഞിട്ട് ആ റമളാൻ മാസത്തിൽ നാം നേടിയെടുത്തതായിരിക്കരെ ആ തഖ്വാബോധം, ആ ഈമാനികമായിരിക്കരെ ആ ആവേശവും ചൈതന്യവും കൈവിടാണ്ട് നഷ്ടപ്പെട്ടു പോകാണ്ട് ഓരോരുത്തരും അത് നിലനിർത്തണം, കാത്തു സൂക്ഷിക്കണം. എല്ലാവരെയും ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം ഏതാനും കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതായിരിക്കരെ ഒരു വിഷയമായിരിക്കരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ കൊണ്ടുവന്നതായിരിക്കരെ വഖഫ് അമെൻഡ്മെന്റ് ബില്ലിട്ട് ചൊല്ലരെ വഖഫുമായി ബന്ധപ്പെട്ട പ്രധാനമായും മുസ്ലിമീങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ല് കഴിഞ്ഞ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ആദ്യം JPC കമ്മിറ്റിയിലേക്ക് അതിനെ വിട്ടു.
ഈ വഖഫ് അമെൻഡ്മെൻറ്റ് ബില്ല് അതിനെ ഫസ്റ്റ് JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് കൊടുത്തു. പിന്നീട് അവിടെ നിന്ന് അത് ലോക്സഭയിലേക്ക് എത്തി. ലോക്സഭയിൽ അതിനെ പാസ്സാക്കിയെടുത്തിട്ട് പിന്നെ രാജ്യസഭയിലേക്ക് എത്തിയിട്ട് രാജ്യസഭയിലും അത് പാസ്സാക്കിയെടുത്ത് പിന്നീട് രാഷ്ട്രപതിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അംഗീകാരത്തിന് വേണ്ടിയിട്ട് അവിടെ വിട്ടിട്ട് രാഷ്ട്രപതിയും അത് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ പാർലമെന്റിൽ ആ ബില്ല് പാസ്സാക്കപ്പെട്ടു. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയതായിരിക്കുന്ന മൈനോറിറ്റി വിഭാഗമായ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അങ്ങനെ കൾച്ചറലായും ഫിനാൻഷ്യലായിട്ടും എല്ലാം തകർത്തും കൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിലെ ഐഡന്റിറ്റിയെ തന്നെ ഇല്ലാണ്ടാക്കരെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ലക്ഷ്യത്തോടു കൂടിയായിട്ട് ഇങ്ങനെ ഒരു അമെൻമെന്റ് ബില്ല് തിദ്ദുപടി കായിക പാസ്സാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ അത്യന്തം അപകടകരമായിട്ടിക്കരെ ഒരു ബില്ലായിട്ടിക്കർ ഈ കഴിഞ്ഞ പാർലമെന്റിൽ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വഖഫ് ബില്ലാണ്, അത് മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ബില്ലാണ്. മുസ്ലിമീങ്ങളുടെ അവരുടെ ആരാധനാലയങ്ങൾ, ഉദാഹരണമായിട്ട് പള്ളികൾ, മദ്രസകൾ, അവരുടെ അറബിക് കോളേജുകൾ, അങ്ങനെ തുടങ്ങി മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അവരുടെ ആത്മീയമായ കാര്യങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ വഖഫുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് മറ്റു മതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, അതിന് ഉപരിതലത്തിൽ അതിനെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഉപരിതല സഭകൾ അവർക്കെല്ലാം ഉണ്ട്. ദേവസ്വം ബോർഡുണ്ട്, അതേപോലെ തന്നെ ചർച്ചുകൾക്ക് സഭകളുണ്ട്. പക്ഷെ അതിലൊന്നും ഇന്റർഫിയർ ആവാണ്ട്, അതിലൊന്നും ഇടപെടാണ്ട് ഈ വഖഫ് നിയമത്തെ മാത്രം അതുമായി ബന്ധപ്പെട്ട് അതിനെ കുറെ ചേഞ്ച് ചെയ്തുകൊണ്ട് അമെൻഡ്മെന്റ് ചെയ്തുകൊണ്ട് ഈ പാർലമെന്റിൽ പാസാക്കി എടുക്കുന്നതിലൂടെയുള്ള നിഗൂഢമായ ചില ലക്ഷ്യങ്ങൾ, ഒളി അജണ്ടകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ ആളുമാർക്ക് ഈ വഖഫ് ചൊല്ലി എന്തിനെ എന്നത് പിടിയില്ല. എന്തിനെ വഖഫ് ചൊന്നത്? വഖഫ് ചൊന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതായിട്ടിക്കരെ ഒരു ഡൊണേഷൻ ആയിട്ടിക്കര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെയ്യരുതായിട്ടിക്കരെ ഒരു ദാനമായിട്ടിക്കര്. സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിട്ടിക്കരെ ഒരു ഇബാദത്ത്, ഒരു സദഖയായിട്ടിക്കര് വഖഫ് ചൊല്ലത് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രീതി, അവന്റെ നിസാമതി ആഗ്രഹിച്ചും കൊണ്ട് നല്ല നിയ്യത്തോടു കൂടി അള്ളാഹുക്ക് നാം വിട്ടുകൊടുക്കരുതായിട്ടിക്കരെ, അള്ളാഹുക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കരുതായിട്ടിക്കരെ, നമ്മുടെ കയ്യിലിക്കരെ നല്ല സ്വത്തായിട്ടിക്കറ്, നല്ല പണമായിട്ടിക്കറ് വഖഫ് ചൊല്ലരുത്. അത് മുസ്ലിമീങ്ങളുടെ സ്വത്താണ്, മുസ്ലിമീങ്ങളുടെ അധ്വാനമാണ്. വേറെ ആരുടെയും ഔദാര്യമല്ല ഈ വഖഫ് ചൊല്ലരുത്. വേറെ ഏതെങ്കിലും വിഭാഗക്കാരുടെ ഔദാര്യമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അധ്വാനമാണ്, അത് അവരുടെ വിശ്വാസമാണ്. അതുപോലെ ഈ രാജ്യത്തിന്റെ സംവിധാനം നൽകിയതായിരിക്കര കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും കൂടി ആയിരിക്കര ഈ വഖഫ് ചൊല്ലരുത് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാളുണ്ടാക്കര്, അയാളുടെ കയ്യിലിക്കര പണം, അല്ലെങ്കിൽ അയാളെ കയ്യിലിക്കര ഭൂമി, ലാൻഡ്, അത് അള്ളാഹുക്ക് വേണ്ടി നീക്കി വെക്കരുത്. ഇത് പരിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയിലും ഹദീസിലും സഹാബത്തുൽ കിറാമിന്റെ പ്രവർത്തനങ്ങളിലുമെല്ലാം സ്ഥിരപ്പെട്ടതായിരിക്കരെ കാര്യമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെ ഒരു സ്വത്ത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചും കൊണ്ട് ദാനം ചെയ്യപ്പെട്ടാൽ, വഖഫ് ചെയ്യപ്പെട്ടാൽ, പിന്നെ അതിന് ബിൽ കൊടുക്കു പാടുള്ളതല്ല, അതിന് കൈമാറ്റം ചെയ്യൊടുക്കു പാടുള്ളതല്ല. ഇനി ആ വഖഫ് ചെയ്തതായിരിക്കുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അയാളുടെ മക്കൾക്ക് ഇന്ന് എന്റെ അബ്ബാന്റെ ലാൻഡാണ് എന്ന് പറഞ്ഞിട്ട് വാരീസ് സ്വത്തായിട്ട് അവശമായിട്ട് അതിന് എടുക്കൊടുക്കു പാടുള്ളതല്ല. കാരണം വഖഫ് ചൊന്നെങ്കിൽ അത് അവിടെ അള്ളാഹുവിന്റെ പേരിൽ ഹബ്സിട്ടാണ് വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം. അതിനെ തടയുക, അവിടെ തന്നെ തടഞ്ഞു വെക്കുക എന്നെങ്കിൽ അതിന്റെ ആ അസ്ല്, ആ വഖഫ് ചെയ്തായിരിക്കുന്ന ലാൻഡോ എന്തോ അതിലവിടെ തടഞ്ഞു വെച്ചുകൊണ്ട് അവിടെ നിലനിർത്തിയും കൊണ്ട് അതിന് കിട്ടുന്നതായിരിക്കുന്ന ഇൻകം, സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടല്ലേ, ആ ഇൻകം വരെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഉദാഹരണമായിട്ട് അനാഥകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി, രോഗിയായ ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അതൊക്കെ ദാഹിക്കുന്നവരെ തണ്ണി കൊടുപ്പാക്കുന്നതിന് വേണ്ടി പോലും ഈ വഖഫിനെ വിനിയോഗിച്ചിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്രക്കും മനോഹരമായിട്ടിക്കരെ, അത്രക്കും മനുഷ്യോപകാരപ്രദമായിട്ടിക്കരെ, ഉന്നതമായിട്ടിക്കരെ ഒരു ആശയമാണ് ഈ വഖഫ് കൊണ്ട് ചൊല്ലുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ 1-2 ഖുർആനിൽ ഘട്ടം ഹദീസിലെ സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വഖഫ് എത്രമാത്രമാണ് ഇതിന് പ്രാധാന്യമുള്ളത്, എത്രമാത്രം പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് കൽപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ മാത്രം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാൻ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ഇങ്ങനെ ചൊല്ലുന്നു. എന്തിനെ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, ഒരിക്കലും നിങ്ങൾ പുണ്യത്തെ എത്തിക്കൊള്ളുക നിങ്ങൾക്ക് സാധിക്കൂല. ഹത്താ, ഒരിക്കലും പുണ്യമാവൂല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ നിങ്ങൾ ചെലവാക്കുന്നതുവരെ. എന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം നിങ്ങൾ ചെലവാക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല, എനിക്കതിന് ആവശ്യമില്ല, എനിക്കൊരു സദഖ കൊടുക്കാം അല്ല. അല്ലാഹു തആല ചൊല്ലു, നിങ്ങൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ, അല്ലാഹുവിന്റെ അടുക്കൽ ആ ഉന്നതമായ സവാബ്, അജ്ർ സവാബ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളതായിരിക്കണം, നിങ്ങൾക്കത് ചെമ്മ താല്പര്യമുള്ളതായിരിക്കണം, നിങ്ങൾ ചെമ്മ അതിനെ മെച്ചുരതായിരിക്കുന്ന സമ്പത്തായിരിക്കണം. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കേണ്ടത് പഴയതായിരിക്കുന്ന വസ്തുക്കളാകുന്നത് തീര, കേടുവന്നതായിരിക്കുന്ന വസ്തു ആകുന്നത് തീര, കെട്ട മോശപ്പെട്ടതായിരിക്കുന്ന വസ്തു ആകുന്നത് തീര നിങ്ങൾ ചെലവാക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ ആയത്ത് അവതരിപ്പിക്കാം. ഈ ആയത്ത് അവതരിപ്പിച്ചതായ സന്ദർഭത്തിൽ സഹാബാക്കളിൽ ഉണ്ടായതായിരിക്കുന്ന മാറ്റങ്ങൾ, പ്രതികരണങ്ങൾ എത്രമാത്രം വമ്പിച്ചതായിരുന്നു നിങ്ങൾ നോക്കൂ. ഈ ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നിട്ട് ചൊല്ലുന്നു, അദ്ദേഹത്തിന് പ്രിയങ്കരമായ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു തോട്ടം മദീന പള്ളിയുടെ മുമ്പിലുണ്ടായിരുന്നു. നല്ല തോട്ടമാണ്, അയാൾക്ക് ചെമ്മ ഇഷ്ടമുള്ള തോട്ടമാണ്. അതിൽ നല്ല നല്ല ഫലവർഗ്ഗങ്ങളാ, ഹമ്പലുകളാ തോട്ടത്തിലുണ്ട്. എന്ന് മാത്രമല്ല റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടപ്പെട്ടിരുന്നു. റസൂലുള്ള ചിലപ്പോൾ ആ തോട്ടത്തിലേക്ക് കടക്കും, അവിടുന്ന് തണ്ണി കുടിക്കും, ഫലങ്ങളൊക്കെ തിന്നും. കാരണം അബൂ തൽഹാക്ക് അത് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി തോട്ടത്തിലേക്ക് കടന്നാൽ ഇവിടെ തന്നെ. അപ്പൊ അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പ്രിയങ്കരമായിരിക്കുന്ന ഒരു തോട്ടം ഈ ആയത്ത് അവതരിച്ചപ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആയത്ത് അവതരിപ്പിച്ചിരല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിങ്ങൾ ചെലവാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നത് എന്ന്. നോക്കൂ യാ റസൂലല്ലാഹ്, നിന്റെ കാണുക ഈ തോട്ടം മദീന പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്ന തോട്ടം, ഇത് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടിക്കറ്. ഇത് ഞാനിതാ അല്ലാഹു തആലാക്ക് ഞാനിതിനെ ദാനമായി നൽകറേ, ഞാനിതിന് അല്ലാഹു തആലാക്ക് ദാനമായി നൽകറേ.
ഞാനിതിനെ വഖഫായി നൽകരെ. അതുകൊണ്ട് ഞാനിതാ ഇപ്പൊ അങ്ങയെ ഏൽപ്പിക്കുന്നു, അങ്ങ് വേണ്ടതുപോലെ ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ വന്നിട്ട് ആ തോട്ടത്തെ കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടം സ്വീകരിക്കുന്നു. എന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ജനോപകാരപ്രദമായ പാവങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ അതിനെ വിനിയോഗിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസായിരിക്കുന്നത് സഹീഹായ ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാരം മംഗലം കഴിച്ച ആളാണ് അബൂ തൽഹത്തുൽ അൻസാരി. പിടിയിട്ടില്ലേ, വലിയ പണക്കാരനായിരുന്നു മദീനയിൽ. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അബ്ബ മാലിക് അല്ലേ, അനസ് ഇബ്നു മാലിക് മരിച്ചപ്പോ പിന്നെ രണ്ടാമത് ഉമ്മ മണ്ണിലായത് അബൂ തൽഹത്തുൽ അൻസാരിയാണ്. അബ്ബ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടായില്ല. അബ്ബ കാഫിറായിട്ടാണ് മരിക്കുന്നത്. ഉമ്മ വലിയ ദീനി ബോധമുള്ള ഒരു സ്ത്രീയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ. അവരെ അബൂ തൽഹത്തുൽ അൻസാരി വിവാഹം കഴിക്കുന്നുണ്ട് പിന്നീട്. ഇതൊരു സംഭവമാണ്. അപ്പൊ അബൂ തൽഹത്തുൽ അൻസാരി തന്റെ തോട്ടം അല്ലാഹു തആലക്ക് ദാനം ചെയ്തു, വഖഫ് ചെയ്തു. കാരണം അഫ്ദലുസ് സദഖാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്കയായിരിക്കുന്നത് വഖഫ് ഇട്ടു ചെന്നെങ്കിൽ. ഇനി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സ്വത്തുക്കളിൽ ഖൈബർ യുദ്ധം ജയിച്ചടക്കിയപ്പോ അദ്ദേഹത്തിന് ഒരു ഓഹരി കിട്ടി. ഗനീമത്ത്, സമരാർജിത സമ്പത്ത് കിട്ടുന്നത്. ഇവിടെ യുദ്ധം ചെയ്ത് ജയിച്ചാൽ ആ ജയിച്ച വിഭാഗത്തിന് പരാജയപ്പെട്ടങ്ങളുടെ സ്വത്തുക്കൾ അവകാശപ്പെടുത്തുള്ളൂ. അത് അണ്ടും പണ്ടത്തെ നിയമങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഇസ്ലാമും അത് വകവെച്ചു കൊടുത്തു. വാർ ബോട്ടി എന്നാണ് അത് ചൊല്ലുന്നത്. സമരാർജിത സമ്പത്ത്, വാറിലൂടെ കിട്ടുന്ന ഹോളി വാർ, പരിശുദ്ധ യുദ്ധത്തിൽ ഇങ്ങനെ കിട്ടുന്നതായിരിക്കരെ സമരാർജിത സമ്പത്ത്. അതിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു തോട്ടം, ഒരു ലാൻഡ് കിട്ടിയിരുന്നു. ആ ലാൻഡ് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ഈ ആയത്ത് അവതരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ആലോചിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അതിനെ വഖഫ് ചെയ്യണു ആവശ്യപ്പെടുന്നത്. അല്ലാഹു തആലാക്ക് ഡൊണേറ്റ് ചെയ്യണു, അല്ലാഹു തആലാക്ക് ധർമ്മമായി ദാനമായി നൽകണു. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം വഖഫാക്കരുത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മദീനയിൽ വലിയ ജലക്ഷാമമുണ്ടായി, വരകാലമുണ്ടായി. തണ്ണി കുടിക്കുന്നത് തണ്ണിയില്ലാത്ത അവസ്ഥ, പലരും തണ്ണിയില്ലാതെ വളരെ കഷ്ടത്തിലായി. ആ സമയത്ത് അവിടെ ഒരു ജൂതന്റെ കയ്യിൽ ഒരു കിണറുണ്ടായിരുന്നു. ഭാവി കിണർ, നല്ല തണ്ണിയുള്ള ഒരു കിണറാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണറിനെ ആ ജൂതന്റെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങുന്നു. അണ്ട് മാർക്കറ്റ് റേറ്റ് എത്രയോ അതിനേക്കാളും അധികം വിലയാണ് ആ ജൂതൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത്. അതെല്ലാം കൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കിണർ വിലക്ക് വാങ്ങുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലും ആ കിണർ വിലക്ക് വാങ്ങി, ആരെങ്കിലും ദാനമായി നൽകിയാൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹു തആല അങ്ങനെ ദാനമായി നൽകിയ മനുഷ്യനത് ഒരു നദി തന്നെ, ഒരു അരുവി തന്നെ അല്ലാഹു നാളെ സ്വർഗത്തിൽ നൽകും. വേഗം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വലിയ സമ്പത്തുള്ള ശ്രീമന്തനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എത്രയാണ് ആ ജൂതൻ ആവശ്യപ്പെട്ടത്, ആ കാശെല്ലാം കൊടുത്തിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിനെ ദാനം ചെയ്യുകയാണ് പിന്നീട് ചെയ്തത്. ഇത് വഖഫാണ്, വഖഫാക്കി. അത് എന്തും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതായിരിക്കുന്ന ആ കിണർ ദാനമായി നൽകിയത് ഇന്നും മദീന സന്ദർശിക്കുന്നവർ കാണാൻ സാധിക്കും. ബിഇറു റോമ, ബിഇറു ഉസ്മാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് ഇന്നും ആ കിണർ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഈ വഖഫ് ചെയ്യുക എന്ന ഈ സംഭവം, ഈ സമ്പ്രദായം സഹാബിമാരിൽ ഉണ്ടായിരുന്നു. ഖുർആനിലും അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഹദീസിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സഹാബിമാരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, മാ അലമു അഹദൻ കാന ലഹു മാലുൻ മിനൽ മുഹാജിരീന വൽ അൻസാർ ഇല്ലാ ഹബസ മാലൻ മിൻ മാലിഹി സദഖതൻ മുഅബ്ബദാ ലാ തുഷ്തറാ അബദാ വലാ തൂഹബ് വലാ തൂറസ്. എന്തിനാ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നത്? മാ അലമു അഹദൻ കാന ലഹു മാലുൻ മിനൽ മുഹാജിരീന വൽ അൻസാർ.
അൻസാറുകളിലും മുഹാജിറുകളിലും പെട്ട പണമുള്ള ഒരാളും വഖഫ് ചെയ്യാതിരുന്നതായി എനിക്കറിയില്ല. അൻസാറുകളിൽപ്പെട്ട മുഹാജിറുകളിൽപ്പെട്ട ആരുടെ കയ്യിലൊക്കെ പണമുണ്ടോ, ആരുടെ കയ്യിലൊക്കെ ആസ്തിയുണ്ടോ, സ്വത്ത് വിത്തുണ്ടോ, അവർ എന്താക്കും, അതിൽ നിന്ന് കുറച്ച് വഖഫ് ചെയ്യും. മനസ്സിലായില്ലേ? നാളെ പരലോകത്ത് അത് വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് സാന്ദർഭികമായി പ്രത്യേകമായി ഞാൻ ഉണർത്തരാം, ഇക്കൂട്ടത്തിലൊക്കെ സമ്പത്തുള്ള ആളുമാർ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് നിങ്ങൾ അള്ളാഹു നിങ്ങൾ ദാനമായി നൽകണം, വഖഫായി നൽകണം. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. വിടയത്തിൽ നാളെ പരലോകത്തിന്റെ മുതൽക്കൂട്ടാണ്. അപ്പൊ ഇവിടെ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നത്, അൻസാറുകളിലും മുഹാജിറുകളിലും പണമുള്ള ഒരാളും വഖഫ് ചെയ്യാതിരുന്നതായി എനിക്കറിയില്ല. അത് വിൽക്കാനോ അത് ആർക്കെങ്കിലും ദാനം ചെയ്യാനോ അനന്തരമെടുക്കാനോ പിന്നെ പറ്റില്ല. അള്ളാഹുവിന് ദാനം നൽകിയാൽ പിന്നെ അതിന് വേറെ ഒരാൾക്ക് അതിനെ വിൽക്കാൻ പറ്റില്ല, അതിന് അനന്തരമെടുക്കാൻ പറ്റില്ല, കൈമാറാൻ പറ്റില്ല. ഇത് ഇത്രയെല്ലാം ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ, പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, ഹദീസുകൾ, അതേപോലെ തന്നെ സഹാബത്തുൽ കിറാമിന്റെ ചരിത്രങ്ങൾ, ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് 14 നൂറ്റാണ്ടായി ലക്ഷങ്ങളും കോടികളും വില വരുന്ന സ്വത്തുക്കൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായി നൽകിയിട്ടുള്ളത്. മനസ്സിലായി? ഈ വഖഫ് സ്വത്തിലാണ് ഇന്ന് ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത്. മനസ്സിലാക്കണം. ഒരു നിയമം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഈ വഖഫ് അമെൻഡ്മെന്റ് ബില്ലിനെ നാം എതിർക്കണം? എന്തിനാ ആ വഖഫ് അമെൻഡ്മെന്റ് ബില്ലുണ്ട് ചെന്നെങ്കിൽ, മോഡി ഗവൺമെന്റ്, അതായത് രണ്ടാമത്തെ മോഡി സർക്കാരിന്റെ ഈ ഭരണത്തിൽ ഈ രണ്ടാം കാലഘട്ടത്തിലാണ് അദ്ദേഹം ഒരു സുപ്രധാനമായിരിക്കുന്ന ഒരു ബില്ല് കൊണ്ടുവന്നത്. മുസ്ലിമുകളെ വല്ലാതെ ബാധിക്കരുമില്ല. ഇതിനു മുമ്പ് കുറെ ബില്ലുകളൊക്കെ കൊണ്ടുവന്നു. ഇതോടുകൂടി അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇതിനേക്കാളും അപകടകരമായിരിക്കല് ഒരുപാട് ബില്ലുകളൊക്കെ ഇനി വരാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. 44 വകുപ്പുകൾക്കാണ് മാറ്റം തരാൻ വേണ്ടി പോകുന്നത്. 44 വകുപ്പുകളാണ് അതിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. പിടിയിട്ടില്ലേ? അതായത് ഈ വഖഫ് നിയമോട്ട് ചൊല്ലുന്നത്, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1954 കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുന്നത്. സാധ്യത 1954 അതിനു മുന്നേ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇത് ഭരണം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കേന്ദ്ര സർക്കാർ ആദ്യമായ വഖഫ് നിയമം കൊണ്ടുവരുന്നത് 1954. അതിലെന്താണ്? ഈ വഖഫ് സ്വത്തുക്കൾ ഉണ്ടല്ലേ, അതിലെ ആ വിനിയോഗം, അത് എങ്ങനെ വിനിയോഗിക്കുന്നുണ്ട്, അതൊരു മേൽനോട്ടം, അതിന്റെ ഒരു മേൽവിചാരം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര തലത്തിൽ ഒരു വഖഫ് കൗൺസിൽ വന്ന്, അതേപോലെ തന്നെ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡും നിലവിൽ വന്നു. പിടിയത്തില്ലേ? സെൻട്രൽ ലെവലിൽ വഖഫ് കൗൺസിലാണ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ വഖഫ് ബോർഡ്. ഇതാണ് ആദ്യമായി ഫസ്റ്റ് അതുമായി ബന്ധപ്പെട്ടത്. എന്നെങ്കിൽ അതിൽ മുസ്ലിമീങ്ങൾക്ക് അപകടകരമായ ഒന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങളെ ആ ദാനമായി നൽകിയതായിരിക്കും വഖഫ് സ്വത്തുക്കളെ നല്ല നിലക്ക് ഭദ്രമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും ആ നിയമം ഉണ്ടായത്. അതുകൊണ്ട് ആരും അതിനെ എതിർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല ഒരു നിയമമായി വന്നുണ്ടായത്. പിന്നീട് 1995 ആ നിയമം റദ്ദാക്കരുത്. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിയമമുണ്ട്. അതിലെന്താണ്? വഖഫ് ബോർഡുകൾക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം വഖഫ് ബോർഡിക്ക് തന്നെ കൊടുത്തു. പൂർണ്ണമായ അധികാരം വഖഫ് ബോർഡിന് കൊടുത്തു. ഇവിടെയിട്ടില്ല. പിന്നീട് നിയമം വേണ്ടത് 2013 2013 ആ 2013 കൊണ്ടുവന്ന അന്നത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മുന്നാണ്ട് പാസാക്കിയ അമെൻഡ്മെന്റ് ബില്ല് വരെ വഖഫിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, വഖഫ് സ്വത്തുക്കളുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിട്ട് ആ 2013 അണ്ട് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അണ്ട് പാസാക്കിയ നിയമവും അത് മുസ്ലിമീങ്ങൾക്ക് മോശമായ നിലക്ക് ബാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രണ്ടാം മോദി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നതായിരിക്കരെ ഈ അമെൻഡ്മെന്റ് ബില്ല്, ഇതിൽ 44 വകുപ്പുകൾക്കാണ് മാറ്റം വേണ്ടത്. ഇതൊരു സമുദായത്തെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് 40-ലധികം ഈ വകുപ്പുകൾ ഭേദഗതി
അമെന്റ്മെന്റുകൾ അത് വഖഫിന് ദോഷം ചെയ്യുന്നുണ്ടോ മുസ്ലിം പണ്ഡിതന്മാർ JPC അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല. അതൊന്നും പരിഗണിക്കാണ്ട് ഏകപക്ഷീയമായ നിലക്കാണ് ഈ ബില്ല് പാസാക്കരുത്. എന്താണ് ഈ ബില്ലിലുള്ള 44 വളരെ പ്രധാനമായ 1-2 കാര്യങ്ങൾ, 1-2 ഭേദഗതികൾ നിങ്ങൾ നോക്കൂ. സാധാരണ ഈ വഖഫ് സംബന്ധമായിട്ടുള്ളതായിരിക്കുന്ന വഖഫിന്റെ പ്രവർത്തനങ്ങൾ, ആ വഖഫ് ബോർഡ് മെമ്പർമാർ അത് ജനാധിപത്യപരമായിട്ടായിരിക്കും, ഡെമോക്രാറ്റിക് ആയിട്ടായിരിക്കും അതിലെ ആളുമാർ നോമിനേറ്റ് ചെയ്തിരുന്നത്. മനസ്സിലായില്ലേ? ഈ വഖഫ് ബോർഡിലുള്ള മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ആയിട്ടിരുത്ത്. അതായത് MP മാരായാലും MLA-മാരായാലും CEO-മാരായാലും തെരഞ്ഞെടുക്കലാണ്, നോമിനേറ്റ് ചെയ്യലാണ്, വഖഫ് ബോർഡ് നോമിനേറ്റ് ചെയ്യലാണ്. എന്നാൽ ഈ അമെന്റ്മെന്റ് പ്രകാരം ഈ പുതിയ ബില്ല് അനുസരിച്ച് ഈ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന്റെ അവകാശം അത് മുഴുവനും സെൻട്രൽ ഗവൺമെന്റ് കൈറ്റിക്കരുത്, വഖഫ് ബോർഡിലില്ല. എല്ലാം സെൻട്രൽ ഗവൺമെന്റ് കൈറ്റിക്കരുത്. അംഗങ്ങളെല്ലാം മെമ്പർമാരെയെല്ലാം നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വഖഫ് ഭരിക്കൊണ്ടുള്ള അധികാരം ഇതുവരെ വഖഫ് ബോർഡ് കായിട്ടുണ്ടെങ്കിൽ ഇനി വഖഫ് ബോർഡിലല്ല ഇതിന് അധികാരം ഇക്കരുത്, പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് നിയമത്തിലാകുമ്പോ അതിൽ തെരഞ്ഞെടുക്കുന്നതായിരിക്കുന്നതിന് നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും മെമ്പർമാർ മുസ്ലിമീങ്ങളായിക്കൊള്ളണമെന്നില്ല എന്നുമുണ്ടതിൽ. നോക്കണം എവിടെ എത്തി. മുസ്ലിമീങ്ങളായിക്കൊള്ളണമെന്നില്ല. CEO പോലും മുസ്ലിമാക്കണമെന്നില്ല. ഭരണപക്ഷത്തിന്, ആഡളിത വർഗത്തിന് ആരെ ഇഷ്ടമുണ്ടോ അവരെല്ലാം നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടുന്നതിലൂടെ ഗവൺമെന്റുകൾ മനസ്സിലാക്കണം. ഇതായിരിക്കും അതിന്റെ പ്രധാനമായ ഒരു അമെന്റ്മെന്റ്. രണ്ടാമത്തെ നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങൾക്ക് ഒരു വഖഫ് ചെയ്യുമ്പോൾ അവർക്ക് ഏത് സമയത്തും വഖഫ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് വഖഫ് ചെയ്യാം. ഈ പുതിയ നിയമമനുസരിച്ച് ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷക്കാലം അങ്ങ് പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. മുസ്ലിമായി അങ്ങ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു സംഗതിയാണ്. 5 വർഷം പ്രാക്ടീസിങ് മുസ്ലിം. എങ്ങനെ പ്രാക്ടീസിങ് മുസ്ലിം, എങ്ങനെ അതിന്റെ ഡോക്യുമെന്റ് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? അവിടെ ഒരുപാട് അവ്യക്തതയുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഇയാൾ പ്രാക്ടീസിങ് മുസ്ലിം അല്ല, ആശയക്കാരങ്ങൾ ചെന്നാലും അവിടെ പിന്നെ അവിടെ വഖഫ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഈ വഖഫ് എന്ന് ചൊല്ലുക അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്യുന്ന ഈ വഖഫിനെ ഇല്ലാതാക്കുക, അണിപ്പാട്ടുക. അതാണ് അതിന് പിന്നിലുള്ള ഉദ്ദേശം. പ്രധാനമായ സംഗതികളാണ് ചൊല്ലുന്നത്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഇനി തർക്കങ്ങൾ ഉണ്ടാവും, ഡിസ്പ്യൂട്ട്സുകൾ, വഖഫ് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് എത്രയോ സ്ഥലത്തൊക്കെ ഈ മുത്തവല്ലിമാർ ഈ വഖഫിന്റെ സ്വത്തെല്ലാം കൈയേറിയിട്ടുണ്ട്, കൈവശപ്പെടുത്തിയാറ്. കുറെ ഭാഗത്തിലങ്ങനെ ഉണ്ട്, കുറെ സ്റ്റേറ്റുകളില്ല മുത്തവല്ലിമാർ കൈവശപ്പെടുത്തിയതുണ്ട്. അതേപോലെ നാട്ടുകാർ ആയത്തങ്ങൾ കൈവശപ്പെടുത്തിയതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോ അത് തീരുമാനിക്കാനുള്ള അധികാരം മുന്നോടിയുന്നത് വഖഫ് ബോർഡിലായിരിക്കരുത്. മുന്നുള്ളത് വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡൊക്കെ അതിന് വേണ്ട തീരുമാനങ്ങൾ വഖഫ് ട്രൈബ്യൂണൽ ചെന്നിട്ടുണ്ട്, ഒരു പ്രത്യേകമായ കോർട്ടുണ്ട്. ഇവിടെയല്ലേ അതിലൊക്കെ പോയിട്ട് പിന്നെ അതിന് പരിഹാരം കണ്ടെത്തുന്നതോ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത് സാധ്യമാകുമായിരുന്നു മുന്നോട്ട്. ഇനി അതിന് സാധ്യമായില്ല എങ്കിൽ പിന്നെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിയൊക്കെ മെട്ടലേറാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പൊ വഖഫ് ബോർഡുള്ള ആ തർക്കങ്ങൾ തീർക്കൊണ്ടുള്ള ആ അവകാശം, ആ അവസരം നഷ്ടമാവുന്നു. അത് ജില്ലാ കലക്ടർക്കാണ് ഇപ്പൊ കൊടുക്കുന്നത്. ജില്ലാ കലക്ടർക്കാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കലക്ടർക്ക് കൊടുത്താൽ പിന്നെ അയാളുടെ തീരുമാനം അനുസരിച്ചായിരിക്കും. ജില്ലാ കലക്ടർ പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റിന് അനുകൂലമായിട്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് BJP സർക്കാർ വഖഫ് ഭൂമികളൊക്കെ ആക്രമിച്ച് മറ്റു ഹിന്ദു സംഘടനകൾക്ക് ഏൽപ്പിക്കൊണ്ടുള്ള സാധ്യത ഇതിലുണ്ട്. ഇത് വെറുതെയല്ല. ഉദാഹരണത്തിന് BJP ഭരിക്കുന്നതായിരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വഖഫ് ഭൂമികൾ കൈയേറ്റം ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ വഖഫ് ഭൂമികൾ കൈയേറ്റം ചെയ്തിട്ടുണ്ട്, ആരും ചോദിക്കാനില്ല. മധ്യപ്രദേശിൽ കൈയേറ്റം ചെയ്തിട്ടുണ്ട്. ഈ നിയമങ്ങളോട് കൂടി ഇത് നിങ്ങൾക്ക് കൂടുതൽ അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൈയേറ്റം ചെയ്യാൻ. കാരണം അവർക്ക് ആഡളിത വർഗത്തിന്റെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട്, നിയമത്തിന്റെ സപ്പോർട്ടുണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെ ഒരുപാട് ലാൻഡുകൾ, വഖഫ് ഭൂമികൾ അവർക്ക് കൈയേറ്റം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും.
എല്ലാത്തിനേക്കാളും അധികമായി നാം മനസ്സിലാക്കേണ്ടത് ഡാറ്റ മിസ്മാനേജ്മെന്റ് ആണ്. ഡാറ്റ മിസ്മാനേജ്മെന്റ്